നമസ്കാരം. UDF കൺവീനർ അടൂർ പ്രകാശ് MPയെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തിരുന്നു. വളരെ ധീരമായി തന്നെയാണ് അദ്ദേഹം അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് തൻ്റെ നിലപാടൊക്കെ തന്നെ അദ്ദേഹം വ്യക്തമാക്കി. തന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച റിപ്പോർട്ടർ TVയുടെ പ്രതിനിധിയോടും അദ്ദേഹം നല്ല കൃത്യമായ മറുപടി തന്നെയാണ് അതിനും കൊടുത്തത്. ഏതായാലും കോൺഗ്രസ് നേതാക്കന്മാരെ ചോദ്യം ചെയ്യലിനോട് ഇനിയും പ്രതികരിച്ചിട്ടില്ല എങ്കിലും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA UDF കൺവീനർക്ക് ശക്തമായ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നേരത്തെ കോൺഗ്രസിലായിരുന്നപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കോൺഗ്രസ് നേതാക്കൾക്കുമെല്ലാം എതിരെ CPM നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കുമെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ തിരിച്ചടി നൽകുമായിരുന്ന വ്യക്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. നിയമസഭയ്ക്കുള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ചാനൽ ചർച്ചകളിലാണെങ്കിലും ഒക്കെ തന്നെ തൻ്റെ പാർട്ടിക്ക് വേണ്ടി സ്വന്തമായി വാദമുഖങ്ങൾ നിരത്തി വിജയിക്കുന്ന കാര്യത്തിൽ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി കേസുകളിൽ കുരുക്കി രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ ഇപ്പോൾ CPM നടത്തുന്ന ശ്രമങ്ങൾക്ക് പ്രധാന കാരണമായി മാറിയതും എന്ന് വേണം കരുതാൻ. ഏതായാലും UDF കൺവീനറെ വിളിച്ച് ചോദ്യം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. വളരെ ശക്തമായ ഭാഷയിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താണ് എങ്കിലും UDF കൺവീനറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അടൂർ പ്രകാശിന് ശക്തമായ പിന്തുണയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ശ്രീ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു അത്രേ. ആയിക്കോട്ടെ, ഒരു അന്വേഷണ ഏജൻസിക്ക് ആരെയും ചോദ്യം ചെയ്യാം. പക്ഷേ എന്തിനാണ് SIT അന്വേഷിക്കുന്ന ഇവിടുത്തെ ഒഫൻസ്? പോറ്റിക്കൊപ്പം ആരൊക്കെ ഫോട്ടോ എടുത്തു എന്നുള്ളതാണോ? അതോ ഈ ക്രിമിനൽ കേസിൽ പ്രതിയാകും മുമ്പ് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ട് എന്നാണോ? ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ചോദ്യം ചെയ്യൽ നോട്ടീസ് അയക്കാനാണ് SIT ഉദ്ദേശിക്കുന്നത് എങ്കിൽ ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സ് SITക്ക് അറിയില്ല എന്നാണോ? SIT അന്വേഷിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയാണ് എന്ന് സർക്കാർ മറന്നാലും അന്വേഷണ സംഘം മറക്കരുത്. ആ സ്വർണ്ണക്കൊള്ളയിൽ ശ്രീ അടൂർ പ്രകാശിന് എന്ത് ബന്ധമാണ് ഉള്ളത്? ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയത് 2019 മുതലാണ്. ശ്രീ അടൂർ പ്രകാശ് 2019 തൊട്ട് സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത പ്രതിപക്ഷ MP മാത്രമാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ MPക്ക് സർക്കാർ ആസൂത്രിതമായി നടത്തിയ ഒരു സ്വർണ്ണക്കൊള്ളയിൽ എന്ത് ബന്ധമാണുള്ളത്? ഏതോ ഒരു പ്രതിപക്ഷ MPക്ക് പോലും സ്വർണ്ണക്കൊള്ള നടത്താൻ പറ്റുന്നത്ര കഴിവുകെട്ടവരാണോ ഈ ഭരണകൂടം? അപ്പോൾ കാര്യം അതൊന്നുമല്ല. ശബരിമലയിലെ അയ്യപ്പൻ്റെ പൊന്നുവരക്കട്ട ഈ ജനവിരുദ്ധ സർക്കാരിൻ്റെ നഷ്ടമായ ഇമേജ് വീണ്ടെടുക്കാൻ പറ്റുമോ എന്നുള്ള ലാസ്റ്റ് റൗണ്ട് ശ്രമമാണ് ഇവർ നടത്തുന്നത്. ശ്രീ വിജയനും വിജയൻ സേനയും വിജയൻ സ്തുതിപാഠകരായ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരും എത്ര ഓവർടൈം ഡ്യൂട്ടി ചെയ്താലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തന്നതിനേക്കാൾ വലിയ അടി നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനം തരും. ജനം തിരിച്ചറിയും ഈ ചോദ്യം ചെയ്തതിലെ രാഷ്ട്രീയം. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയതും ജയിലിൽ നിന്ന് ഇറക്കിയതും സഖാക്കളാണ്. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനതായ ശൈലി, തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെയാണ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യുവ നേതാവായി തിളങ്ങി നിന്നിരുന്ന കാലത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോഴൊക്കെ തന്നെ അവരെല്ലാവരും ശക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിയെടുക്കണമെന്ന് അന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തി ധാർമ്മിക ശരിയാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ അതിനെ നിയമപരമായി എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ വിശദമായ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സുപ്രീം കോടതി വിധിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരുള്ള കേസുകൾ ഇനി ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് കണ്ടറിയാൻ കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് പാർട്ടിയിലില്ലെങ്കിലും തൻ്റെ പോരാട്ട വീര്യം UDF കൺവീനർക്ക് വേണ്ടി വീണ്ടും ശക്തിപൂർവ്വം ഉന്നയിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ.